സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല സിനിമകളിൽ അഭിനയിച്ചെന്നാരോപിച്ച് ശ്വേതാ മേനോനെതിരെ കേസ് നൽകിയ സംഭവം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. മാർട്ടിൻ മെനാച്ചേരി എന്ന് പറയുന്ന ഒരാളാണ് പരാതി നൽകിയത്. എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് താനും. അനാശാസ നിയമപ്രകാരവും IT ആക്ട് പ്രകാരവുമാണ് കേസ്. ശ്വേത അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യവും രതിനിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ് തുടങ്ങിയ സിനിമകളുമാണ് പരാതിക്കാരൻ അശ്ലീല രംഗങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറോട്ടിക് രംഗങ്ങളിൽ അഭിനയിച്ചതിനെ കുറിച്ച് ശ്വേത ഈ അടുത്ത കാലത്ത് നൽകിയ ഒരു അഭിമുഖത്തിലെല്ലാം തുറന്നു പറയുന്നുണ്ട്. കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചപ്പോൾ വന്ന എതിർപ്പുകളെ കുറിച്ചും ശ്വേത അതിൽ സംസാരിക്കുന്നുണ്ട്. ഒരു ജേർണലിസ്റ്റ് വീട്ടിൽ കയറി സംസാരിച്ചപ്പോൾ അവളുടെ ജോലി ചെയ്യുകയല്ലേ, സേഫ് സെക്സ് അല്ലേ പറയുന്നത് എന്നാണ് അച്ഛൻ പറഞ്ഞത് എന്നാണ് ശ്വേത പറയുന്നത്. ഇനിയും ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഇല്ല എന്നായിരിക്കും എൻ്റെ മറുപടി. ഇതെൻ്റെ ജോലിയാണ്. ജോലിയായി ഞാൻ എന്തും ചെയ്യും. ഒരാളുടെ ക്രിയേറ്റീവ് വിഷനെ ധിക്കരിക്കാൻ പാടില്ല. സംവിധായകൻ പറഞ്ഞതാണ് ഇറോട്ടിക് രംഗങ്ങളിൽ ചെയ്തത്. ഷൂട്ടിങ്ങിൽ അത് ജോലിയാണ്. ഇറോട്ടിസത്തിൻ്റെ പോലും വരില്ലെന്ന് ശ്വേതാ മേനോൻ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അഭിമുഖത്തിൽ. ആക്ഷനും കട്ടിനും ഇടയിലാണ് എല്ലാം. ഒരു ആർട്ടിസ്റ്റും അതിനപ്പുറത്തേക്ക് ആലോചിക്കാറില്ല. എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളെ വിവാഹം ചെയ്യേണ്ടെന്ന് തനിക്ക് വ്യക്തതയുണ്ടായിരുന്നെന്നും ശ്വേത പറയുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ശരീരം കാണിച്ചിട്ടില്ലെന്ന് ആൾക്കാർ ഓർക്കുന്നില്ല. എപ്പോഴും ഞാൻ എന്നെ കവർ ചെയ്തിട്ടുണ്ട്. റിയൽ ലൈഫിൽ ഞാൻ സ്ലീവ്ലെസ് ഇടാത്ത ആളാണ്. ഇപ്പോൾ ഇടില്ല, പക്ഷേ ക്യാരക്ടറിന് വേണ്ടി ഇടുമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നുണ്ട്. 1991 അനശ്വരം എന്ന സിനിമയിലൂടെയാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ശ്വേത പിന്നീട് മോഡലിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിനിടയിൽ ചില ബോളിവുഡ് സിനിമകളിൽ അഭിനയിച്ചു. മലയാള സിനിമാ രംഗത്തേക്ക് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ശ്വേത തിരിച്ചെത്തി. രണ്ടാം വരവിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളാണ് ശ്വേതയ്ക്ക് ലഭിച്ചത്. പാലേരി മാണിക്യം, ഒഴിമുറി, സാൾട്ട് ആൻഡ് പെപ്പർ, രതിനിർവേദം തുടങ്ങിയ സിനിമകളിലൂടെ ശ്വേതാ മേനോൻ പ്രേക്ഷകരുടെ കയ്യടി നേടിയിട്ടുണ്ട്.